السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله على سيدنا محمد وآله وصحبه أجمعين. أما بعد. ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മുതഅല്ലിമുകളെ, മുസ്ലിം സമുദായം പ്രാദേശികമായി രൂപപ്പെടുന്ന വിധം എന്നാണ് എനിക്ക് നിർണയിക്കപ്പെട്ട വിഷയം. ഇത് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആധുനിക കാലത്തെ നോൺ മുസ്ലിം കമ്മ്യൂണിറ്റികളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ വ്യവഹാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാനാണ്. നമ്മളെല്ലാം പരിചയിച്ചവരാണ് ഫിഖ്ഹുൽ അഖല്ലിയാത്ത്, മൈനോറിറ്റി ഫിഖ്ഹ് എന്ന് പറയുന്ന ഒരു പുതിയ വിജ്ഞാന ശാഖയുടെ രൂപം കൊള്ളൽ ഈ അടുത്ത കാലത്തായിട്ട് ചില അറേബ്യൻ പണ്ഡിതന്മാരുടെ പ്രവർത്തന ഫലമായിട്ട് ആ ഒരു വിജ്ഞാന ശാഖയുടെ വളർച്ച, ഇത് പ്രത്യേകിച്ച് യൂറോപ്പ്, വടക്കേ അമേരിക്ക, കിഴക്കൻ ഏഷ്യ തുടങ്ങിയ പ്രവിശ്യകളിലെ മതേതര രാഷ്ട്രങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രത്തെ അനുബന്ധിച്ച് തന്നെ ജീവിക്കാനുള്ള ഒരു മാർഗം, ഒരു രീതിശാസ്ത്രം എന്ന രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഘടനാത്മക സ്വഭാവം സംഗ്രഹിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 20ാം നൂറ്റാണ്ടിൻ്റെ അവസാന സമയത്താണ് യൂറോപ്പിലേക്ക് കാര്യമായിട്ട് ആഫ്രിക്കയിൽ നിന്നും നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം കുടിയേറ്റങ്ങൾ ഉണ്ടാവുന്നത്. നിർണയിച്ച് പറയാൻ നമുക്ക് സാധ്യമല്ല. എങ്കിൽ കൂടി ഈ അടുത്ത കാലത്ത് 2014 ശേഷം ഇന്ത്യയിലെ മൈഗ്രേഷൻ്റെ ഒരു റിപ്പോർട്ട് നോക്കുമ്പോൾ യൂറോപ്പിലേക്ക് ധാരാളമായിട്ട് മുസ്ലിങ്ങൾ തന്നെ കുടിയേറി പാർക്കുന്ന സംഭവം നമുക്കറിയാം. യൂറോപ്പിലെ ഒരു സംവിധാനം മതേതര സിസ്റ്റമാണ്. അങ്ങനത്തെ ഒരു നാട്ടിൽ നിയമം എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയും നിയമം സാധൂകരിക്കപ്പെടാത്ത സ്റ്റേറ്റ് ലോ വളരെ സുപ്രീമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കർമ്മശാസ്ത്രത്തിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതും ഒരുപാട് കാലാന്തരങ്ങളിൽ ഒരുപാട് ഫത്വകൾ നൽകപ്പെട്ടതുമായ ഒരു വിഷയമാണെങ്കിൽ കൂടി ഇസ്ലാമിക കർമ്മശാസ്ത്രം അപര്യാപ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇങ്ങനെയുള്ള മൈനോറിറ്റികളുടെ, ന്യൂനപക്ഷ മുസ്ലിങ്ങളുടെ കർമ്മശാസ്ത്ര മേഖല എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ തന്നെ നമ്മുടെ ഇടയിലുണ്ട്. കേരളീയ വിജ്ഞാന പരിസരങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യം തന്നെയാണ് ഇത്തരം അവസ്ഥകളിലുള്ള ഒരു മുസ്ലിമിൻ്റെ ജീവിതം. ഉദാഹരണത്തിന് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം സെക്യുലർ മോഡേൺ സ്റ്റേറ്റാണ്. അവിടെ സ്ത്രീകൾക്ക് തലമറയ്ക്കൽ, ഒരു ക്ലാസ്സിലോ കോളേജിലോ ഒക്കെ പോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും തല മറയ്ക്കാതെ, ഹിജാബ് ധരിക്കാതെ, ഹിജാബ് ബാൻ ചെയ്യപ്പെട്ട ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്പിലുണ്ട്. എക്സാമ്പിളാണ് ഫ്രാൻസ് പറഞ്ഞത്. ഫ്രാൻസിലും കാനഡയിലും അമേരിക്കയിലൊക്കെ ധാരാളമായിട്ട് മുസ്ലിങ്ങൾ കുടുംബസമേതം പാർക്കുന്ന ഒരു കാലമാണ്. അത്തരമൊരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം കുടുംബത്തിന്, ഒരു സ്ത്രീക്ക് എന്താണ് അവിടെ ആ നിയമം അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ നമ്മുടെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പലർക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ഉത്തരമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം ഒരു മേഖലയിലേക്കാണ്, നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകളായിരിക്കും ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഖത്തറിലെ മതകാര്യ ഉപദേഷ്ടാവ് കൂടിയായിരുന്ന യൂസുഫ് അൽ ഖർദാവി, ത്വാഹ ജാബിർ അൽവാനി, അബ്ദുൽ മജീദ് അന്നജാർ, താരിഖ് റമദാൻ, മുസ്തഫ അൽ സർഖ, മന്ന അൽ ഖത്താൻ, അതേപ്രകാരം മൗറിട്ടാനിയയിലെ പ്രസിദ്ധ പണ്ഡിതനായ, പാരമ്പര്യ പണ്ഡിതനായ അബ്ദുല്ലാഹിബിൻ ബയ്യ തുടങ്ങിയിട്ടുള്ള ആധുനിക പണ്ഡിതന്മാർ പലരും ഫിഖ്ഹുൽ അഖല്ലിയാത്ത്, പ്രാദേശികമായി ഫിഖ്ഹിനെ, ഓരോ ടെറിട്ടറിക്ക് അനുയോജ്യമായ ഫിഖ്ഹിനെ വായിക്കുന്ന ഒരു രീതി പുതുതായിട്ട് കൊണ്ടുവന്നത്. ഇതിലെ ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാമിലെ ഫിഖ്ഹ് എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് വ്യത്യസ്ത ഫിഖ്ഹുകൾ ഉണ്ടാകുന്ന ഒരു സംഭവം ചരിത്രത്തിലില്ല. മദ്ഹബുകൾ പ്രാദേശികമായി രൂപം കൊണ്ട ഒന്നല്ല. അപ്പോൾ സ്ഥലത്തിനും കാലത്തിനും അനുയോജ്യമായിട്ട് ഫിഖ്ഹിനെ വ്യത്യസ്ത രീതിയിൽ വായിക്കുന്ന ഒരു സമ്പ്രദായം, ന്യൂനപക്ഷം എന്ന മുദ്രയുണ്ടാക്കി ഇവർ ഉന്നയിക്കുന്ന ഈ ഒരു ഫിഖ്ഹിൻ്റെ അടിസ്ഥാനമായിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, നിലവിൽ അത്തരം സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സാമൂഹികമായ ഒറ്റപ്പെടലുകൾ, ആ മുസ്ലിങ്ങൾ ആയിട്ടുള്ള പങ്കാളിയോടൊപ്പമുള്ള അവരുടെ ജീവിതങ്ങൾ, ബാങ്കിങ്,
പൊതുവായ ശ്മശാന സംവിധാനം, അവിടുത്തെ നിയമവ്യവസ്ഥയെ നിർബന്ധമായി പിൻപറ്റേണ്ടി വരിക, വിർച്വലായിട്ടുള്ള ബിസിനസ്സുകൾ, പൊതു ആഘോഷങ്ങൾ, മദ്യസൽക്കാരങ്ങൾ തുടങ്ങി അവരുടെ കൾച്ചറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതിനെല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ന്യൂനപക്ഷ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നത് പണ്ഡിതന്മാരുടെ ഒരു ബാധ്യതയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു ആശയത്തെ മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു കാര്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതിന് നമ്മൾ കർമ്മശാസ്ത്രത്തിൻ്റെ നിരാകരണ ആ ഒരു മാപ്പിനിയിലൂടെ നോക്കുമ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഈ ഒരു ഫിഖ്ഹിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നത് ചെറുതായിട്ടൊന്ന് പ്രതിപാദിക്കണം. ഈ സമയം വളരെ കുറവാണ്. സയ്യിദ് റമദാൻ ബൂത്തിയുടെ ലാ മദ്ഹബിയ എന്ന് പറയുന്ന ഗ്രന്ഥം നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാവും. അതിൽ ഇങ്ങനെയുള്ള ആധുനിക കാലഘട്ടത്തിലെ സാമൂഹികമായിട്ടും പ്രാദേശികമായിട്ടും ആവശ്യമായ രീതിയിൽ ഫിഖ്ഹിനെ പുതുതായിട്ട് വ്യാഖ്യാനിക്കുന്നതിൻ്റെ അപകടങ്ങൾ വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അത് കൊളോണിയൽ യൂട്ടിലിറ്റേറിയൻ തത്വങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു യൂറോ സെൻട്രിക് ലോകഘടനയുടെ സൃഷ്ടിയാണ് ഈ ഒരു മൈനോറിറ്റി ഫിഖ്ഹ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് അതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അത് ഇത്തരം പണ്ഡിതന്മാർ ആ ഒരു ആശയത്തെ വിശദീകരിക്കുന്നത് തന്നെ ഫ്രം ദ ജൂറിസ്പ്രുഡൻസ് ഓഫ് മുസ്ലിം മൈനോറിറ്റീസ് എന്ന് പറയുന്ന കൃതിയിൽ ഡോക്ടർ ഖാലിദ് മുഹമ്മദ് അബ്ദുൽ ഖാദർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സഹവർത്തിത്വത്തിൻ്റെ കർമ്മശാസ്ത്രം എന്നാണ്. നമ്മൾ ബഹുസ്വരത, ഇസ്ലാം ബഹുസ്വരമാണ് എന്നൊക്കെ പറയുന്ന നമ്മളുടെ ഇടയിൽ തന്നെ വന്നുകൂടിയിട്ടുള്ള ചില ആശയങ്ങൾ, മറ്റു മതങ്ങളോട് നമ്മൾ പുലർത്തേണ്ട ഒരുപാട് നമ്മുടെ നയങ്ങളിൽ നമ്മൾ കർമ്മശാസ്ത്രത്തിൻ്റെ അപ്പുറത്ത് നിന്ന് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ള പുതിയ ചില വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളൊക്കെ ഇത്തരം ആശയങ്ങളിൽ നിന്ന് കടമെടുത്തതാണ് എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഇതിലെ ഇവർ മുന്നോട്ട് വെക്കുന്നൊരു രീതി നമ്മളെ ആളുകളെ ഈ ഇസ്ലാമിനെ പിൻപറ്റുന്നവരെ തന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ടുള്ള ഖുർആനും ഇജ്മാഉം ഖിയാസും ഹദീസും വെച്ച് തന്നെയാണ് ഇതിൻ്റെ മാർഗരേഖ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലെ ജാബിർ അൽവാനിയാണ് ഇതിലെ ആദ്യ ഗ്രന്ഥം രചിക്കുകയും ആ ഒരു വിജ്ഞാനശാഖ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുകയും ചെയ്ത വ്യക്തി. ഇത് ക്ലാസിക്കൽ ഫിഖ്ഹിൻ്റെ രൂപം തന്നെയാണ്. ഇത് അതിൻ്റെ ആ ഒരു ഫിഖ്ഹിൽ അഡ്രസ്സ് ചെയ്യാത്ത ചില ഗ്യാപ്പുകൾ നമ്മൾ കണ്ടെത്തി അടയ്ക്കാനുള്ളൊരു ശ്രമമാണ് എന്നാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പ്രശ്നം നമ്മളുടെ ഇടയിൽ ഇല്ല എന്നതാണ് ക്ലാസിക്കൽ ഫിഖ്ഹ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു യാഥാർത്ഥ്യം. നമ്മൾ ഒരു ന്യൂനപക്ഷങ്ങളായ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു മുസ്ലിം ന്യൂനപക്ഷമായ അല്ലെങ്കിൽ അമുസ്ലിങ്ങൾ ഭരിക്കുന്ന അമുസ്ലിം മേധാവിത്വമുള്ള ഒരു രാജ്യത്തോ ഒരു സ്ഥലത്തോ ഒരു മുസ്ലിം ജീവിക്കുന്നതിൻ്റെ നിയമങ്ങൾ പരിശോധിച്ചാൽ അതൊരുപാട് തലത്തിൽ വരും. മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന ഒരു സ്ഥലത്ത് അമുസ്ലിങ്ങൾ യുദ്ധത്തിലൂടെയോ മറ്റോ കയ്യേറുകയോ ഒരു അമുസ്ലിങ്ങളുടെ രാജ്യത്ത് അവിടെയുള്ള ആളുകൾ കുറച്ച് ആളുകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മുസ്ലിമായ ആളുകളെ അവർ കയ്യേറി യുദ്ധത്തിലോ മറ്റോ പിടികൂടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ അവരുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വരും. അത്തരമൊരു സമയത്ത് അവർ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിനെ കൈക്കൊള്ളേണ്ടത് എന്നത് മദ്ഹബിനെ തന്നെ വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ ഷാഫിഈ മദ്ഹബിലാണ് അതിൽ ഏറ്റവും വിശാലമായ കാഴ്ചപ്പാട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ ഷാഫിഈ സഈർ എന്നറിയപ്പെടുന്ന വന്ദ്യരായ ശംസുദ്ദീൻ റംലി തങ്ങളുടെ ഫത്താവയിൽ അവരോട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം, ഇസ്ലാം സ്പെയിനിൽ ദീർഘകാലം 700 വർഷത്തോളം ഇസ്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാവുന്ന അൽഹംറയും കുർത്തുബയും കൊർദോബയൊക്കെ ഉണ്ടായിരുന്ന സ്പെയിനിൽ നിന്ന് പിന്നീട് ഇസ്ലാം ഇസബല്ല രാജ്ഞിയും ഫെർഡിനൻഡ് രാജാവിൻ്റെ കാലത്ത് ഇസ്ലാം ഇല്ലാതെയായപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഉള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഇസ്ലാം പൂർണ്ണമായിട്ടും ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രപരമായിട്ട് തന്നെ അത് പുലർത്തി തന്നെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ അമുസ്ലിങ്ങളുടെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. അതിന് പ്രശ്നമുണ്ടോ എന്ന ഒരു ദീർഘമായ ഒരു ഫത്വയിൽ മഹാനവറുകളുടെ മറുപടി കാണാൻ കഴിയുന്നത്, അവർ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം അനുഷ്ഠിക്കാൻ സാധ്യമാവുന്ന കാലത്തോളം അവിടെ തന്നെ താമസിക്കണമെന്നും അവിടെ ഉള്ളിടത്തോളം കാലം അത് ദാറുൽ ഇസ്ലാമായിട്ട് പരിഗണിക്കപ്പെടുമെന്നും അവിടുന്ന് അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് അങ്ങനെ എന്തെങ്കിലും ഭയപ്പെട്ടിട്ട് അകാരണമായിട്ട് പോയാൽ ആ നാട് ഇസ്ലാമിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നും അവരുടെ ജീവിതം മാതൃകയാക്കി മറ്റുള്ള മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വരെ അത് സാധ്യമാകാമെന്നും മഹാനവറുകൾ മറുപടി പറയുന്നത് കാണാൻ കഴിയും. ഇത് ധാരാളമായിട്ട് നമ്മുടെ ഫത്താവൽ കുബ്രയിൽ മന്ത്രി ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളോട് മലബാറിനെ കുറിച്ച് ഇതേ പ്രകാരം ഒരു ചോദ്യം ചോദിക്കപ്പെടുന്നുണ്ട്.
ഒരു ക്രിസ്ത്യാനിയായ മലബാറിലുള്ള ഒരു ക്രിസ്ത്യാനിയായ വ്യക്തി മലബാറിലുള്ള മുസ്ലിങ്ങളുടെ അടുക്കൽ വന്ന് അഭയം പ്രാപിച്ചു, ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അഭയം നൽകിയാൽ ആ ക്രിസ്ത്യാനികളായ ആളുകൾ ഈ നാട് ആക്രമിക്കുകയും ഇവിടെയുള്ള ആളുകൾക്ക് വലിയ വിനാശം സംഭവിക്കുകയും ചെയ്യും. എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ മറുപടിയിൽ അവിടുന്ന് പറയുന്നത്, ആ നാട്ടുകാർ അഭയം നൽകിയാൽ വലിയ വിനാശമുണ്ടാകുമെങ്കിൽ അഭയം കൊടുക്കാതിരിക്കണം. ആ മുസ്ലിമിനോടുള്ള കർത്തവ്യം വീട്ടുന്നതിൽ അവർ അപര്യാപ്തരാർ ആണെങ്കിൽ കൂടി കൊടുക്കരുത്. കാരണം ദാറുൽ ഇസ്ലാമായ ഒരു നാട് അനാവശ്യമായിട്ട് യുദ്ധത്തിലേക്ക് നയിക്കപ്പെടുമെന്നതിനാൽ അത് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് അവിടെ പറയുന്ന ഒരു ഫതവ. അവിടെ മുസ്ലിങ്ങൾ, കേരളം ഒരു അമുസ്ലിങ്ങളുടെ ഭരണാധികാരികൾ, മലബാർ എന്ന് പറയുന്ന സാമൂതിരി ഭരിക്കുന്ന കാലമാണ് 1500കളിൽ മഖ്ദൂമിനോട് ഇബ്നു ഹജർ തങ്ങളോട് ചോദ്യം ചോദിക്കുന്ന കാലത്ത്. അപ്പോൾ ദാറുൽ ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നാടാണ് എന്നുള്ള രീതിയിലുള്ള വിശദീകരണങ്ങൾ കാണാൻ കഴിയും. ദാറുൽ ഇസ്ലാം, ദാറുൽ ഹർബ് എന്ന് പറയുന്ന, ദാറുൽ അമാൻ എന്ന് പറയുന്ന രീതിയിലുള്ള കാറ്റഗറൈസേഷൻ പല ഫുഖഹായിൻ്റെയും വ്യത്യസ്ത ഇസ്തിലാഹാത്തുകളിൽ വ്യത്യസ്ത രീതികളിൽ പ്രയോഗിച്ചതായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ വിശദീകരണങ്ങൾ ഉസ്താദിന് കൂടുതൽ നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൈനോറിറ്റി ഫിഖ് അതിൻ്റെ അപകടങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിൽ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഈ മതേതരത്വ രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾ, അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് അവിടുത്തെ നിയമവ്യവസ്ഥയോട് പൂർണ്ണമായിട്ട് യോജിച്ച് തന്നെ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, ഈ ഇസ്തിഹ്സാന്, ഉർഫ്, ആദത്ത്, ളുറൂറത്ത്, ഹാജിയാത്ത് തുടങ്ങിയിട്ടുള്ള ഈ റുഖ്സയുടെ മസായിലുകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു വലിയ ആശയ സംഹിതയാണ് ഫിഖ്ഹുൽ അഖലിയാത്ത് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രത്തെ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ആ ഒരു ഫിഖ്ഹുൽ അഖലിയാത്തിൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരം കർമ്മശാസ്ത്രത്തോടും പാരമ്പര്യമായിട്ട് പിന്തുടർന്നു വരുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തോടുള്ള വലിയ നിരാസമാകുമെന്ന് അത് വായിച്ചാൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ സമയം 5 മിനിറ്റാണ് പറഞ്ഞത്. കൂടുതൽ അവതരിപ്പിക്കാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വിശദീകരണങ്ങൾ ഉസ്താദുമാർ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.